പോലീസിന്റെ വിലക്കു മറികടന്ന് ഹോസ്റ്റലിലേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിച്ച വിദ്യാർത്ഥികൾ. ബീഹാറിലെ ദർഭംഗയിലെ അംബേദ്കർ വെൽഫെയർ ഹോസ്റ്റലാണ് വ്യാഴാഴ്ച അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷിയായത്. സർക്കാർ കെട്ടിട സമുച്ചയത്തിൽ വെച്ച് രാഷ്ട്രീയ സ്വഭാവമുള്ള പരിപാടി അനുവദിക്കില്ലെന്നായിരുന്നു ബീഹാർ പോലീസ് നിലപാടെടുത്തത്. എന്നാൽ വിദ്യാഭ്യാസ നീതി സംവാദം ഹോസ്റ്റലിൽ തന്നെ വെച്ച് നടത്തുമെന്ന് രാഹുലും NSU പ്രവർത്തകരും നിർബന്ധം പിടിച്ചു. ഇതിനു പിന്നാലെ രാഹുൽ എത്തിയ വാഹനം പോലീസ് തടഞ്ഞതോടെ 2 കിലോമീറ്ററോളം കാൽനടയായി നടന്നെത്തിയാണ് രാഹുൽ ഗാന്ധി ദർഭംഗ അംബേദ്കർ ഹോസ്റ്റലിൽ എത്തിയത്. സർവകലാശാലയുടെ ഗേറ്റ് അടച്ച് കാവൽ നിന്ന പോലീസിന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനു മുന്നിൽ വഴങ്ങേണ്ടി വന്നതിന് പിന്നാലെ രാഹുലും പ്രവർത്തകരും ബാരിക്കേഡുകൾ മറികടന്നാണ് ഹോസ്റ്റലിൽ എത്തിയത്. പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മോദി സർക്കാർ ജാതി സെൻസസ് പ്രഖ്യാപിച്ചതെന്ന് രാഹുൽ സംവാദത്തിൽ പറഞ്ഞു. ഇവിടെ വെച്ച് SC, ST, OBC, EBC വിഭാഗത്തിലെ വിദ്യാർത്ഥികളുമായി രാഹുൽ സംവാദം നടത്തി. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലേക്കുള്ള ഈ വർഷത്തെ 4ാമത്തെ സന്ദർശനമാണ് രാഹുലിന്റേത്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള ശ്രമങ്ങളാണ് ബീഹാറിലെ NDA സർക്കാർ നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. രൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി NDA സർക്കാരിനെതിരെ സംവാദത്തിൽ ഉന്നയിച്ചത്. സംഭാഷണം പോലും കുറ്റകരമായത് എന്ന് മുതലാണെന്നും നിതീഷ് ജി ആരെയാണ് ഭയക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു. NDA സർക്കാരിൽ ജനാധിപത്യമില്ലെന്നും രാഹുൽ ആരോപിച്ചു. ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങൾ വിവേചനം നേരിടുന്നുവെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം ഈ വിവേചനമുണ്ടെന്നുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഫലം കാണുന്നതുവരെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇന്ന് തന്നെ തടയാൻ സാധിക്കാത്തതുപോലെ തന്നെ ഭാവിയിലും തടയാൻ സാധിക്കില്ലെന്നും രാഹുൽ വിശദമാക്കി. സ്വകാര്യ കോളേജുകളിലും സർവകലാശാലകളിലും സംവരണം വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. സ്വകാര്യ കോളേജുകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതുവരെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. വിദ്യാർത്ഥികളോട് സ്വന്തം ശക്തി തിരിച്ചറിയണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. ബീഹാറിലും കേന്ദ്രത്തിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ദളിത് വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക പങ്കാളിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യുവാക്കളുമായി ആശയവിനിമയം നടത്തി. ശിക്ഷാ ന്യായ് സംവാദ് എന്ന പേരിൽ മെയ് 15 മുതൽ ബീഹാറിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സംവാദ പരിപാടിയുടെ ഭാഗമായാണ് രാഹുൽ ബീഹാറിൽ എത്തുകയെന്ന് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ ചുമതലയുള്ള കനയ്യകുമാർ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ശിക്ഷാ ന്യായ് സംവാദിന് കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിലെ പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക വിഭാഗം ഹോസ്റ്റലുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 62 ദേശീയ നേതാക്കൾ വിദ്യാർത്ഥികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുമെന്നായിരുന്നു കനയ്യകുമാർ പറഞ്ഞത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമായി ബീഹാറിലെ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നുവെന്ന് NSUI വക്താവായ കനയ്യകുമാർ തുറന്നടിച്ചിരുന്നു.